പാലാഴിമഥനമെന്നത് കേവലം പുരാണകഥയല്ല. അത് ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിമിഷനേരം തോറും നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പോരാട്ടമാണ്. മനസ്സാകുന്ന കടലിനെ വിവേകമാകുന്ന മന്ദരപർവ്വതം കൊണ്ട് മഥനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിഷേധത്തിന്റെ അസുരശക്തികളും ഉദാത്തമായ ദൈവിക ചിന്തകളും ഒരുപോലെ കൈകോർക്കുന്നു. നമ്മുടെ ഉള്ളിലെ മൃഗീയമായ വാസനകളും സാത്വികമായ ഭാവങ്ങളും ചേർന്ന് മനസ്സിനെ കടയുമ്പോൾ ക്രമമായി പുറത്തുവരുന്ന സത്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യം ഉയരുന്നത് അമൃതല്ല, മറിച്ച് കഠിനമായ ഹലാഹലമാണ്. ഉള്ളിൽ അടിച്ചമർത്തിവെച്ച ദേഷ്യവും അസൂയയും സങ്കടവുമൊക്കെ പതഞ്ഞുകൂടി പുറത്തുവരുന്ന ഈ ആദ്യഘട്ടത്തിലെ കയ്പിനെ അതിജീവിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. ലോകത്തെ ദഹിപ്പിക്കാൻ പോന്ന ആ വിഷത്തെ മഹാദേവൻ തന്റെ കണ്ഠത്തിൽ തടഞ്ഞു നിർത്തി ലോകത്തെ രക്ഷിച്ചതുപോലെ വിവേകമുള്ളവർ ആ കയ്പിനെ ഉള്ളിലേക്കിറക്കാതെയും പുറത്തേക്ക് വിടാതെയും കണ്ഠത്തിൽ അടക്കി നിർത്തണം. മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ ഉയരുന്ന നിഷേധാത്മകതയെ ഇത്തരത്തിൽ സംയമനത്തോടെ നേരിടുമ്പോഴാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ആ വിഷം ശമിക്കുമ്പോൾ വിരിയുന്നത് കാമധേനുവാണ്. നമ്മുടെ ഉള്ളിലെ ഉദാത്തമായ സർഗശക്തിയാണത്. നേരായ പാതയിലൂടെ ചരിച്ചാൽ ആഗ്രഹങ്ങൾ താനേ സാക്ഷാത്കരിക്കപ്പെടുമെന്ന സത്യം അതോടൊപ്പം തെളിയുന്നു. തുടർന്ന് വെളുത്ത കുതിരയായ ഉച്ചൈശ്രവസ് ഉയരും. അതിവേഗം പായുന്ന ഇന്ദ്രിയങ്ങളുടെ ചപലതയെയും അഹങ്കാരത്തെയുമാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ചടുലതയെ മെരുക്കിയെടുക്കുന്നവനെ ലക്ഷ്യത്തിലെത്താനാവൂ. പിന്നാലെ വരുന്നത് ഐരാവതം എന്ന വെള്ളാനയാണ്. മനസ്സ് തെളിയുമ്പോഴെത്തുന്ന അധികാരത്തിന്റെയും പ്രശസ്തിയുടെയും പ്രതീകമാണത്. അവിടെയും വിനയം കൈവിടാതിരിക്കുക എന്നതാണ് പ്രധാനം. അനന്തരം ആകാശത്തെ സൂര്യനെപ്പോലെ കൗസ്തുഭമെന്ന രത്നം തെളിയും. ആത്മീയമായ ഉണർവ് ലഭിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ആ രത്നം പോലെ ശോഭിക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിലാണ് അപ്സരസുകൾ വരുന്നത്. ലൗകികമായ സുഖങ്ങളും സുന്ദരമായ പ്രലോഭനങ്ങളും നമ്മെ വഴിതെറ്റിക്കാൻ നോക്കും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ വെറും നിഴലുകൾ മാത്രമാണിവയെന്ന് തിരിച്ചറിയണം. ഇതിനു പിന്നാലെയാണ് ദൗർഭാഗ്യത്തിന്റെ പ്രതീകമായ ജ്യേഷ്ഠാഭഗവതി അഥവാ അലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ ആലസ്യവും അവിവേകവുമാണത്. ഈ നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ് അകറ്റിയാൽ മാത്രമേ യഥാർത്ഥ ഐശ്വര്യമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കൂ. അത് വെറും ബാഹ്യമായ ധനമല്ല, മറിച്ച് മനസ്സ് പൂർണ്ണമായി നിർമ്മലമാകുമ്പോൾ കൈവരുന്ന ശാന്തിയും ഐശ്വര്യവുമാണ്. മഥനം തുടരുമ്പോൾ വീണ്ടും പരീക്ഷണമായി വാരുണിയെത്തും. ലഹരിയാണത്. വിജയത്തിന്റെ ലഹരിയോ അമിതമായ മോഹങ്ങളോ വിവേകത്തെ മറച്ചേക്കാം. അസുരഭാവങ്ങൾ ഈ ലഹരിയിൽ വീണുപോകുമ്പോൾ ദേവഭാവമുള്ളവർ അവിടെയും വിവേകം മുറുകെ പിടിക്കുന്നു. അപ്പോൾ മനസ്സ് ചന്ദ്രനെപ്പോലെയാകും. വികാരങ്ങളെല്ലാം അടങ്ങി നിലാവുപോലെ ശാന്തവും കുളിർമയുള്ളതുമായ ഒരവസ്ഥ. അവിടെയാണ് ഏകാഗ്രതയുടെ ആയുധമായ സാരംഗം തെളിയുന്നത്. വിഷ്ണുഭഗവാന്റെ ആ വില്ല് ലക്ഷ്യബോധത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത നിശ്ചയദാർഢ്യം നൽകുന്നു. വിജയമടുക്കുമ്പോൾ ഉള്ളിൽ ഒരു ജയഭേരി മുഴങ്ങും. അതാണ് പാഞ്ചജന്യം എന്ന ശംഖ്. ഉള്ളിലെ പോരാട്ടത്തിൽ വിജയിച്ചു എന്നതിന്റെ ആത്മനാദമാണത്. ഒടുവിൽ സർവ്വരോഗങ്ങളും മാറ്റുന്ന ധന്വന്തരിമൂർത്തി അമൃതകുംഭവുമായി പ്രത്യക്ഷപ്പെടുന്നു. ഇത് ആത്മീയമായ പൂർണ്ണതയിലേക്കുള്ള പ്രവേശനമാണ്. അങ്ങനെയാണ് നാം അമൃത് നുണയുന്നത്. അതായത് മരണമില്ലാത്ത ആനന്ദം. അസുരഭാവങ്ങളെ മെരുക്കി ദൈവീകമായ ഗുണങ്ങളാൽ മുന്നോട്ടു പോകുന്നവനാണ് ജീവിതമെന്ന ഈ മഥനത്തിലെ യഥാർത്ഥ വിജയി.